5917. സത്യബ്രദറെ, ലിങ്ക് ഉണ്ടോ? ലിങ്ക് പോസ്റ്റ് ചെയ്യാമോ? ലിങ്ക് 7 ഒന്ന് പോസ്റ്റ് ചെയ്യാം. അത് പോസ്റ്റ് ചെയ്ത് sunna.com എന്നാണ്. അതൊന്ന് എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. സലാം ബ്രദറെ, ഗുഡ് മോർണിംഗ്. സലാം റാസി. ഗുഡ് മോർണിംഗ് ഗിബൻ. ഗുഡ് മോർണിംഗ് ബ്രദറെ, സുഖമല്ലേ? സുഖം, നല്ലായിരിക്കും. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല തന്നെ. നിങ്ങളെ ഗ്രൂപ്പ് രാവിലെ തന്നെ തുടങ്ങുമല്ലോ, അതുകൊണ്ട് പിന്നെ ബ്രദറെ, ചോദിച്ചൊരു കാര്യം പറയാന്ന് വെച്ചു. അന്ന് ഏത് ചോദിച്ച കാര്യമാ? ഖുർആൻ കരിച്ചു കളഞ്ഞത് എന്തിനാണ് എന്ന് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ. മറ്റേ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞല്ലേ? അതെ. ഉസ്മാൻ കത്തിച്ചു കളഞ്ഞിട്ട് അതെവിടെയായിരുന്നു ബ്രദറെ ഉസ്മാൻ കത്തിച്ചത്? അല്ല, അതന്നെ, അതെന്തിനാ കത്തിച്ചെന്നുള്ളത്. അത് കത്തിച്ചായിരുന്നോ ഖുറാൻ? ഖുറാൻ കത്തിച്ചായിരുന്നോ? ഖുർആൻ കത്തിച്ച് കോപ്പിയല്ലേ കത്തിച്ചത്? കോപ്പി കത്തിച്ചായിരുന്നു ഖുറാന്റെ. അപ്പോൾ ആദ്യമായിട്ട് ഖുറാൻ കത്തിക്കുന്ന അല്ലെങ്കിൽ ഖുറാന്റെ കോപ്പികൾ കത്തിക്കുന്നത് ഒരു മുസ്ലിമാണ് അല്ലേ? ശരിയല്ലേ? അല്ല ബ്രദറെ, ആദ്യമായിട്ട് ഖുറാന്റെ കോപ്പീസ് കത്തിക്കുന്നത് ഒരു മുസ്ലിം അല്ലേ? അത് ശരിയാണ് ബ്രദറെ. അപ്പോൾ പണ്ട് ഖുറാന്റെ കോപ്പീസ് മുസ്ലിങ്ങൾ കത്തിച്ചു എങ്കിൽ ഇന്ന് ഒരു വ്യക്തി ഇപ്പം സ്വീഡനിലോ മറ്റിടങ്ങളിലോ ആരെങ്കിലും ഖുറാൻ ഒന്ന് കത്തിച്ചാൽ ആ വ്യക്തിയെ കൊല്ലാനുള്ള ഒരു രീതിയിലേക്ക് എന്തിനാണ് മുസ്ലിം സുഹൃത്തുക്കൾ പോകുന്നത്? അത് കൊല്ലാൻ പോയാ ഖുറാൻ കത്തിച്ചതിന്റെ പേരിൽ ഇല്ലല്ലോ. പിന്നെ സ്വീഡനിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് അവന് വെളിയിൽ നടക്കാൻ പറ്റുന്നില്ല. ഖുറാൻ കത്തിച്ചതിൻ്റെ പേരിൽ അവൻ്റെ എതിരെ ഫത്വയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ശരി, അത് പോട്ടെ ബ്രദറെ. ഖുറാൻ കത്തിച്ചതിൻ്റെ വിഷയം പറയൂ, എന്തിനാണെന്നൊന്ന് പറയാമോ? അത് ഹർഫുകള്, ഫതഹ്, കിസർ, ലമ്മ് പോലെയുള്ള ഈ അക്ഷരത്തിന്റെ മേലെയിലിടുന്ന ചിഹ്നങ്ങൾ ഉണ്ടല്ലോ, അതില്ല അതില്ല ആദ്യകാലങ്ങളിൽ. പിൽക്കാലങ്ങളിൽ ഈ ചിഹ്നങ്ങളെല്ലാം വന്നു. അതാരും കൊണ്ടുവന്നു? അള്ളാഹു കൂട്ടിച്ചേർത്തായിരുന്നോ? ഇല്ലല്ല, അത് കൺഫ്യൂഷൻ ആവും. ഇതിപ്പോ നെയ്തന്റെ അടുത്ത് ഈ ആ ഈ ഊവൽ ഉണ്ടല്ലോ, അത് മനസ്സിലായി ബ്രദറെ. ഇപ്പം അള്ളാഹു പറഞ്ഞു കുത്തില്ല, പക്ഷേ പിൽക്കാലത്തിൽ അതിൻ്റെ ആ ചിഹ്നങ്ങൾ ചേർച്ചപ്പം കാത്തിലുവായി. അങ്ങനെ ആയത്തിൽ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വന്നു. അങ്ങനല്ലേ? സൂറ 3-ന്റെ 100 നിങ്ങൾക്ക് പല ഖുറാനുകളുണ്ടല്ലോ. അപ്പോൾ ഒരു ഖുറാനകത്ത് കാത്തില്ലു എന്ന് പറയുന്നു, വേറെ ഖുറാനകത്ത് കുത്തില്ല എന്ന് പറയുന്നു. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? ഇവൻ ബ്രദറെ, ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു വോയിസ് ആയിട്ടാണ്. ബ്രദറെ, വോയിസ് ആയിക്കോട്ടെ. പക്ഷേ ഖുറാനകത്ത് അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട്. പക്ഷേ ഇത്രയും ഡിഫറെൻറ്റ് ഖുറാനുകൾ നിങ്ങളുടെ കയ്യിൽ അറബിയിലുള്ളപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? സൂറ 3-ന്റെ 146-ൽ ഒരിടത്ത് പറയുന്നു കാത്തിലു, എന്നാൽ വർഷ ഖുറാനിൽ പറയുന്നു കുത്തില. ഒരിടത്ത് പറയുന്നു കൊല്ലുക അല്ലെങ്കിൽ കിൽഡ്, മറ്റേടത്ത് പറയുന്നു യുദ്ധം ചെയ്തു. ഇതിൽ രണ്ടിൽ ഏതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്? അങ്ങനെ ഉണ്ടാവൂലോ. അങ്ങനെ ഉണ്ട് ബ്രദറെ. എൻ്റെ പൊന്നെ സഹോദര, ഞാൻ ചുമ്മാതൊരു കാര്യം ബ്രദറിനോട് ഞാനൊരു കാര്യം പറയൂ, ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ബ്രദറിനോട് തെളിവ് തന്നിട്ട് പറയാമല്ലോ. ദേ വായിക്കൂ, ബ്രദറിന് അറബി അറിയാമല്ലോ. ഇതാ വായിക്കൂ. ഞാൻ ഈ എല്ലാ ഖുറാനുകളും, നിങ്ങളുടെ കയ്യിലുള്ള അറബി ഖുറാനുകളിൽ മോസ്റ്റ്ലി എല്ലാ ഖുറാൻ്റെയും ഈ ആയത്തിനെ പറ്റിയുള്ള ലിങ്ക് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. അതൊന്ന് എടുത്ത് വായിച്ചേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഖുറാനിലെ ആയത്തിൽ അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞേ. അതെ, ഖുറാന്റെ ആയത്തിനകത്ത്. ആയത്തിനകത്ത് ഹഫ്സ് ഖുറാനകത്ത് കാത്തിലു എന്ന് പറയുന്നു, വർഷ ഖുറാനകത്ത് കുത്തിലുവ എന്ന് പറയുന്നു. അള്ളാഹു ഏതാ ഉദ്ദേശിച്ചത്? ഞാൻ നോക്കട്ടെ. നോക്കിക്കോ ബ്രദറെ, മേളിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്, nquran.com. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒറ്റ ഖുറാനേ ഉള്ളൂ എന്നല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്?
ഹഫ്സ് ഖുർആൻ ഇത് ആ. സൂറത്ത് 146 അല്ലേ? അതല്ലേ ആയത്? സൂറത്ത് ആലു ഇമ്രാൻ അതിൻ്റെ 146. ബ്രദർ അതൊന്ന് വായിച്ചേ അറബിയിൽ. വകഅയ്യിൻ മിൻ നബിയ്യിൻ കുത്തിലമാഹു. വഖാ ആ കാത്തിലമാഹു ലമാ ആണോ? അല്ലല്ല കുത്തിലമാഹു. കുത്തിലമാഹു അല്ലേ? ശരിയല്ലേ? ഖാതലമാഉ. അല്ല ബ്രദറെ, ഹഫ്സ് ഖുറാനകത്ത് ഏതാ? കുത്തിലമാഹു ആണോ കാത്തിലമാഹു ആണോ? ഇത് ഹഫ്സ് ഖുർആനിലുള്ളത് വകഅയ്യിൻ മിൻ നബി ഖാതലമാഉ. വണ്ടർഫുൾ. ഹഫ്സ് ഖുറാനകത്ത് കാത്തിലമാഹു ആണ്. ഓക്കെ. ഇനിയും അതൊന്ന് താഴോട്ട് ഇനി അതൊന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തേ. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ബ്രദർ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പല ഡിഫറെൻ്റ് അറബി ഖുറാനുകൾ കിട്ടും. അതിനകത്തുനിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ നഫ് ഖുറാൻ നോക്കിക്കേ. താഴോട്ട് വരുമ്പോൾ നഫ് ഖുറാൻ നോക്കിക്കേ. ഒരു മിനിറ്റ്, താഴോട്ട് കുറേ താഴോട്ട് പോകണം അല്ലേ? ഒത്തിരി പോകണ്ട ബ്രദറെ. നഫ് ഖുറാൻ, അബൌട്ട് നഫ് ഖുറാൻ നോക്കിക്കേ. ബസീർ, പിന്നെ വർഷ് വർഷ് ഹഫ്സ് ഖുർആൻ അല്ല വണ്ടർഫുൾ. കിട്ടി. ബ്രദറെ, വേണമെങ്കിൽ അത് ഞാൻ അറബിയിൽ വേണമെങ്കിൽ കേൾപ്പിക്കാനുമുള്ള സൗകര്യം അതിനകത്തുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു സ്പീക്കറിൻ്റെ അതുണ്ട് കേട്ടോ, ഹെഡ്ഫോണിൻ്റെ. ആ ആ ആയത്തൊന്ന് നോക്കിക്കേ ബ്രദറെ. സൂറ 3:146 നഫ് ഖുറാനകത്തൊന്ന് നോക്കിക്കേ. കുത്തില ഇവിടെ അത് ഹഫ്സിനകത്ത് എന്തുവാ പറഞ്ഞത്? കാത്തിലമാഹു അല്ലേ? പക്ഷെ ഇത് നമ്മള് ഇപ്പൊ ബ്രദർ കോപ്പി എടുത്തല്ലേ? അല്ല, കോപ്പി എടുത്തതല്ല ബ്രദറെ. ഇത് നിങ്ങളുടെ ഡിഫറെൻ്റ് അറബിക് ഖുറാനുകളുടെ ശേഖരണങ്ങളാണ്. ഒരായത്തിനെ പറ്റി ഡിഫറെൻ്റ് അറബിക് ഖുറാനുകളിൽ അതിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് മാറിക്കിടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് ഇത്. ഇസ്ലാമിക് വെബ്സൈറ്റാണ്, എൻ്റെ വെബ്സൈറ്റ് അല്ല. ഒരിടത്ത് പറയുന്നു കാത്തിലമാഹു, എന്നാൽ നഫ്സ് ഖുറാനിൽ പറയുന്നു കുത്തിലമാഹു. അള്ളാഹു ഏതാ ഉദ്ദേശിച്ചത്? അള്ളാഹു ഉദ്ദേശിച്ചത് ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. രണ്ടും അല്ലാഹു ഉദ്ദേശിച്ചു. ഓക്കെ ബ്രദറെ, ഞാൻ ബ്രദറിനോട് പറയുകയാണ്, ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. ഈ കൂട്ടം ജനത പോയി അവരോട് യുദ്ധം ചെയ്തു. അപ്പം ബ്രദർ വേറെ ഒരാളോട് പോയി പറയുകയാണ്, ഒരിടത്തൊരു ജനതയുണ്ടായിരുന്നു, അവരോട് പോയി യുദ്ധം ചെയ്തു, അവരെ പോയി കൊന്നു. സെയിം ആയത്ത് പറയുമ്പോൾ പറയുക അവരവരോട് പോയി യുദ്ധം ചെയ്തു, പിന്നെ ആ സെയിം ആയത്ത് പറഞ്ഞു ചെന്നിട്ട് പറയാണ് അവരെ കൊന്നു. ഇത് രണ്ടിൻ്റെയും കൺക്ലൂഷൻ ഒന്നല്ല. മനസ്സിലായോ? നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ആയത്തിന് കുത്തിനോ കോമയ്ക്കോ വാക്കിനോ അർത്ഥത്തിനോ മാറ്റമില്ലെന്നല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ ബൈബിൾ തിരുത്തപ്പെട്ടു. ഇവരുടെ ബൈബിൾ മുഴുവനും ഉടായിപ്പാണ്. ഇവർക്കിഷ്ടം പോലെ ബൈബിളുകളുണ്ട്. പക്ഷേ നമ്മളുടെ അള്ളാഹുവിൻ്റെ ആയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു കുത്തിനും കോമയ്ക്കും മാറ്റമില്ല എന്നല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്? പക്ഷേ ഇവിടെ ഇസ്ലാമിക് വെബ്സൈറ്റിൽ തന്നെ 36 ഡിഫറെൻറ്റ് ഖുറാനുകൾ അവൈലബിൾ ആണ്. ഈ ഖുറാനുകളിൽ നിന്ന് ഹഫ്സിൻ്റെ ഖുറാനാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് കേരളത്തിൽ. പക്ഷേ ഞാൻ കാണിച്ചത് വർഷിൻ്റെ ഖുറാനിലും ഈ ഖുറാൻ്റെ അകത്ത് നഫേ ഖുറാനിനകത്തും കുത്തിലമാഹുവാണ് കിടക്കുന്നത്. അർത്ഥത്തിന് വ്യത്യാസം വന്നു ബ്രദറെ. ഇതൊന്ന്. ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം, ഒരു തെളിവ് കൂടെ കാണിക്കാം. ഇത് മാത്രമല്ല, ഒരു തെളിവ് കൂടെ കാണിക്കാം. ഇത് ആണെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം കിടക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ആയത്ത് മതി ഏത് വ്യക്തിക്കും ഇസ്ലാം വിടുവാൻ. ഈ ഒരൊറ്റ ആയത്ത് മതി. ഈ ആയത്ത് വായിക്കുക. സൂറ
സൂറ 12 സൂറ 37ന്റെ 12 ഒന്ന് വായിച്ചേ. മലയാളത്തിനകത്തോ വേറെ ഏതെങ്കിലും ഭാഷയിൽ. 37 അതിന്റെ 12. ഇത് പിൻ ചെയ്താ മേലെ പിൻ ചെയ്തിനി. മേളിൽ പിൻ ചെയ്തിട്ടുണ്ട് ബ്രദറെ, പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സൂറ 37 അതിന്റെ 12 അതൊന്ന് വായിക്കുക. സൂറ 12 സൂറ 37 അതിന്റെ 12 അതൊന്ന് വായിക്കും. 37ന്റെ 12 ബ്രദറെ. 37:12. താഴോട്ട് പോണം. ഇതിപ്പോ ഈ അല്ല, ആദ്യം ഹഫ്സിന്ന് വായിക്കാം. Rather I am amazed and they mock. Okay. അല്ല മലയാളം ഇല്ല. മലയാളത്തിൽ വായിച്ചോ. നമുക്ക് ആക്ച്വലി അറബിക്കിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത്. അറബി നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഒന്ന് ഹഫ്സിന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ബ്രദർ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഹംസ ഖുറാനിൽ നിന്ന് വായിക്കണം. ഖലഫ് ഓൺ ബിഹാഫ് ഓഫ് ഹംസ ഖുറാനിനകത്തു നിന്നൊന്ന് വായിച്ചേ. ആ വ്യത്യാസം ബ്രദറിന് മനസ്സിലാവും. താഴെ ഹംസ ഖുറാൻ കണ്ടോ? മേളീന്ന് താഴോട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് ഹഫ്സ് ഖുറാൻ, പിന്നെ വരുന്നത് നാഫി ഖുറാൻ, പിന്നെ വരുന്നത് നഫേ ഖുറാൻ, പിന്നെ വരുന്നത് അൽ അഷ്ബാനി ഖുറാൻ. നഫേ ബൈ അൽ അഷ്ബാനി വരുന്നു. പിന്നെ അൽ ബാസി ഓൺ ദി അതോറിറ്റി ഓഫ് ഇബൻ കത്തീർ ഖുറാൻ, പിന്നെ ഓൺ ദി അതോറിറ്റി ഓഫ് ഇബൻ കത്തീർ, പിന്നെ അബു ആമിർ, അത് കഴിഞ്ഞിട്ട് അൽ സൂസിയുടെ അബു ആമിർ, പിന്നെ ഹിഷാമിന്റെ ഇബൻ അമീറിന്റെ ഖുറാൻ വരുന്നു, പിന്നെ ഇബൻ തക്വാന്റെ ഖുറാൻ വരുന്നു, പിന്നെ അസീമിന്റെ ഖുറാൻ വരുന്നു. അടുത്തതാണ് ഖലഫ് ഓൺ ബിഹാഫ് ഓഫ് ഹംസ. അതൊന്ന് വായിച്ചേ. ആ ഒരു ആയത്തൊന്ന് വായിച്ചേ. ബ്രദറിന് ആ വ്യത്യാസം മനസ്സിലാവും. ബ്രദറിന്റെ കയ്യിൽ കേരളത്തിലുള്ള ഖുറാൻ, അറബി ഖുറാനിൽ നിന്നും ഈ ഹംസ ഖുറാനിൽ നിന്നും ആ വാക്കൊന്ന് വായിച്ചേ. ബ്യൂട്ടിഫുൾ. അജിബ്തു എന്ന വാക്കല്ലേ? അജിബ്തു എന്ന് പറഞ്ഞാൽ എന്താ? ബൽ അജിബ്തു. അത് നോക്കണം. അത് ബൽ ദേ ആർ ഷോക്ക്ഡ് എന്നാണോ? ഇത് ഓപ്പൺ ചെയ്യണം അല്ലേ? ഇത് ആയിട്ട് എങ്ങനെയാ ഇത്? ഓപ്പൺ ചെയ്യാം ബ്രദറെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുമല്ലോ. ഇത് താഴെയുള്ള ആ ബ്ലൂ ലൈനാ ഓപ്പൺ ചെയ്യണ്ടേ? ഏത് ബ്ലൂ ലൈന്? താഴെയൊരു ബ്ലൂ ലൈൻ ഉണ്ട്. എങ്ങനെയാ ഇത് ഓപ്പൺ ചെയ്യാം? അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും അത് ഒരു ക്രോമിനകത്ത് ഇത് ഓപ്പൺ ആവുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഓപ്പൺ ആവും അത്. അതിന്റെ ഇതിന്റെ ഹഫ്സിനകത്ത് എങ്ങനെയാ ബ്രദറെ അത് വായിക്കുന്നത്? ഈ ഒരു ആയത്ത് എങ്ങനെയാ വായിക്കുന്നത്? സൂറ 37ന്റെ 12 അജിബ്തു എന്നാണോ അജബ്താന്നാണോ? അതിന്റെ തൊട്ട മേലേല് അജിബ്താന്നുള്ള. അപ്പൊ ഹഫ്സിനകത്ത് അജിബ്താന്നാണ് കിടക്കുന്നത്. ഹഫ്സിനകത്ത് അജിബ്ത, യു ആർ അമേസ്ഡ്. അജിബ്തു, ഐ ആം അമേസ്ഡ്. അള്ളാഹു അമേസ്ഡ് ആകുന്നു. മറ്റേത് പറയുന്നത് നീ അമേസ്ഡ് ആകുന്നു, മുഹമ്മദേ നീ അമേസ്ഡ്, നീ അതിശയപ്പെടുന്നു. പക്ഷെ ഹംസയിൽ പറയുന്നു അള്ളാഹു, ഐ ആം അമേസ്ഡ്. ഇത് പിന്നെ ഇബൻ ബ്രദറെ, ഇത് ഖുർആനിൽ എടുത്തിട്ട് നമ്മൾ നോക്കണം. ഇത് ഖുർആൻ, അതെ, ഹഫ്സ് ഖുർആൻ എടുത്തോളൂ ബ്രദറെ. ഹഫ്സ് ഖുർആൻ എടുത്ത് വായിച്ചേ. അല്ല, എൻ്റെ അടുത്ത് ഇപ്പൊ ഉള്ളത് ഞാനിപ്പോ ഖത്തറിലല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ അവിടെ എത്ര ഖുർആന് കിട്ടും മേടിക്കാൻ? ഇവിടെ ഇപ്പൊ ഒരൊറ്റ ഖുർആനല്ല എൻ്റെ കയ്യിലുണ്ടാവും. ഒറ്റ ഖുർആനേ കിട്ടത്തുള്ളൂ. പക്ഷേ മൊറോക്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രദറിന് ഒരു 4-5 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഖുർആനുകൾ ലഭ്യമാണ്. ഈ ഡിഫറെൻറ്റ് ആശയങ്ങൾ വരുന്ന ഖുർആനുകൾ ബ്രദറിന് ലഭ്യമാണ്. ഇനി മൊറോക്കോ വരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രദറിന് ഈ ലിങ്ക് തന്നത്. ഓക്കെ. ആ പച്ച അത് ഒരു പിങ്ക് കളറിലാണ്
ഇത് ആ, അത് തന്നെ. അത് തന്നെ. ആ വ്യത്യാസം ആ പിങ്ക് കളറിലാണ് അത് കാണുന്നത്. ഇത് ഞാൻ ആദ്യം തന്ന കാത്തിലുവും കുത്തിലയ്ക്കകത്തും ആ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ആ പിങ്ക്, ബ്ലൂ കളറിലെ ആ ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്തും ആ പിങ്ക് കളറിലെ ആ ഡിഫറൻസ് ആണ്. ഇത് ഓതലിലുള്ള ഡിഫറൻസ് മാത്രമല്ല, സലാം ബ്രദറിന് അറബി അറിയാവുന്നത് കൊണ്ട് ഓതലിലുള്ള ഡിഫറൻസ് മാത്രമല്ല, ആശയത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അജിബ്തു, അജിബ്ത. അജിബ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം മാറും. ഐ ആം ആ, അമേസ്ഡ്. അതെ അതെ അജിബ്ത എന്ന് പറഞ്ഞാൽ യു ആർ അമേസ്ഡ്. അള്ളാഹു ആണോ അമേസ്ഡ് ആയത്, അതോ മുഹമ്മദ് ആണോ അമേസ്ഡ് ആയത്? ആരാ ഇവിടെ അമേസ്ഡ് ആയത്? ആരാ? താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ അജിബ്ത എന്ന് താങ്ക് പറയുമ്പോ യു. അത് അറബി വേർഡ്സിൽ വരാന് നീ എന്നുള്ള അർത്ഥാണ്. താ താ താക്ക് അജിബ്ത. ഏ എക്സാക്ട്ലി. ഏ, അതെ. അപ്പോ ഇത് പക്ഷേ ഇത് ബ്രദറെ, ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. അള്ളാഹു എല്ലാം അറിയുന്നവനാണെങ്കിൽ അള്ളാഹു ഒരാളുടെ ഒരു പെർട്ടിക്കുലർ കാര്യം കണ്ടിട്ടോ അവരുടെ രീതി കണ്ടിട്ടോ അമേസ്ഡ് ആകേണ്ട ആവശ്യമില്ല. അതെ. ഐ ആം അമേസ്ഡ് ആകേണ്ട ആവശ്യമില്ല. അല്ല, ഇത് എഴുത്തുകാർ എഴുതുമ്പോ അവരോട് ആയിപ്പോയതാണെങ്കിലോ? എഴുത്തുകാരല്ല ബ്രദറെ. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ഖുറാനുകൾ അവൈലബിൾ ആണ് ലോകത്തിൽ. 37 കൂടുതൽ ഖുറാനുകൾ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ വായിക്കുന്നത് ഹഫ്സിൻ്റെ ഇതാണ്, മുസഹഫാണ് നിങ്ങൾ വായിക്കുന്നത്. പക്ഷേ ഹഫ്സിൻ്റെ മുസഹഫ് നിങ്ങൾ വായിക്കുമ്പോൾ ഹഫ്സിനെ ഒരു ഹദീത്ത് എഴുത്തുകാരനായി അംഗീകരിക്കാൻ പോലും കഴിയത്തില്ല. കാരണം ഹഫ്സ് ഈസ് നോട്ട് എ റിലയബിൾ പേഴ്സൺ. ഹഫ്സ് പലപ്പോഴും ഹദീത്തുകളിൽ അവൻ തെറ്റുകൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. ഞാൻ അതിന് തെളിവിപ്പോൾ തരാം. ഞാൻ അതിന് തെളിവ് തരാം. ഒരു വ്യക്തിയെ ഹദീത്ത് എഴുതാൻ പോലും അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഖുറാൻ എങ്ങനെയാണ് ബ്രദറെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്? ഈ ഹഫ്സ് കള്ളനായിരുന്നു എന്നതിൻ്റെ തെളിവ് ഞാനിപ്പോൾ തരാം. ഒരു മിനിറ്റ് തരിക. നിങ്ങളിപ്പോൾ വായിക്കുന്നത് ഹഫ്സിൻ്റെ മുസഹഫാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഖത്തറിലുള്ള ഖുറാന്, സൗദി അറേബ്യയിലുള്ള ഖുറാന്, സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് മറ്റേ ഖുറാനുകളും അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ വായിക്കുന്നത് ഹഫ്സിൻ്റെ മുസഹഫാണ്. മൊറോക്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹഫ്സിൻ്റെ മുസഹഫ് വായിക്കാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ വർഷിൻ്റെ ഖുറാൻ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഞാൻ മേളിലിട്ടിരിക്കുന്നതിൽ അതിൻ്റെ വർഷിൻ്റെ ഖുറാൻ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എത്ര ഡിഫറൻസ് കാണിച്ചു? കാത്തിലു കുത്തില കാണിച്ചു, അജിബ്തു അജിബ്ത. അജിബ്തു അജിബ്ത കാണിച്ചു. ഓക്കെ, 2 ആയില്ലേ? ഇനി ഒരെണ്ണം കൂടെ. ദേ, സൂറ 74ൻ്റെ 56 എടുത്തേ. സൂറ 74 അതിൻ്റെ 56. പിൻ ചെയ്താ? ഞാൻ പിൻ ചെയ്യാൻ പോവാ. താങ്കൾക്ക് അറബി അറിയാവുന്നത് കൊണ്ട് താങ്കൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. അതുകൊണ്ട് ഇച്ചിരി കൂടെ എനിക്ക് ഈസിയാണ്. എനിക്ക് അറബി അത്ര അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കി അതിൻ്റെ വാക്കുകളുടെ ഡിഫറൻസ് നോക്കിയാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. വാര്യർ ബ്രദർ വരുമായിരുന്നെങ്കിൽ വാര്യർ ബ്രദർ അത് വായിച്ച് കേൾപ്പിക്കും. കാരണം അദ്ദേഹത്തിന് അറബി വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഈ ആയത്തൊന്ന് വായിച്ചേ, സൂറ അൽ മുദത്തിർ അതിൻ്റെ 56 ഒന്ന് വായിച്ചേ. 56 അല്ലേ? 56 മുദബ്ബിർ. മുദ്ദസിറായി. സൂറ മുദ്ദസിർ. മുദത്തിർ, മുദത്തിർ, മുദത്തിഹിർ. അതില് പിന്നെ വ്യത്യാസമുള്ളത് അത് ആദ്യം ഉള്ളത് ഞാൻ വായിക്കാം. ആദ്യം ഉള്ളത് വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നഫ് വായിക്കാം. ഒമാ യതദക്കറൂന ഇല്ലാ അൻ യശാ അല്ലാഹു ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. അങ്ങനെ ആദ്യമുള്ളത്. അതിനകത്ത് ആ ദേ വിൽ നോട്ട് ബി മൈൻഡ്ഫുൾ എന്നാണോ? അവർ മൈൻഡ്ഫുൾ ആകത്തില്ല എന്നാണോ? അതെ. ഒമാ യതദക്കറൂന. ദേ വിൽ നോട്ട് ബി മൈൻഡ്ഫുൾ. അവർ മൈൻഡ്ഫുൾ ആകത്തില്ല എന്നല്ലേ?
അതെ അതെ വമാ ആ യദ്കുറൂന. ആ ഇനിയും നഫ് ഖുറാൻ വായിച്ച്. അപ്പൊ ഖുർആൻ താഴെയിരിക്കും. ഏഹ്, വമാ യദ്കുറൂന. രണ്ടാമത്തേതാ? അല്ല ബ്രദറെ, അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ. മൂന്നാമത്തെ. വർഷ ഏഹ്, വർഷായിരിക്കും. വർഷ അന്നാഫി അതാ അല്ല. നാഫി അത് തന്നെ മൂന്നാമത്തെ. ആ ആ. അതും വമാ തദ്കുറൂന എന്നല്ലേ? ആ വമാ തദ്കുറൂന. യു വിൽ നോട്ട് ബി മൈൻഡ്ഫുൾ എന്നാണോ? അതെ 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 അങ്ങനെ വരാം. ആ ഓക്കെ. സത്യം. അപ്പോൾ ഇവിടെ ഹഫ്സിനകത്ത് നിങ്ങൾ വായിക്കുന്നത് ദേ അവർ മൈൻഡ്ഫുൾ ആകത്തില്ല, പക്ഷേ വർഷിനകത്ത് വരുമ്പോഴത്തേക്കിനും നീ മൈൻഡ്ഫുൾ ആകത്തില്ല എന്നാണ് വരുന്നത്. അതെ അതെ അങ്ങനെ ഇത്രയും വ്യത്യാസങ്ങള്. പിന്നെ ഇത് ആ വമാ പിന്നെ അതിന്റെ ഇതെങ്ങനെയാണെന്ന് ഒരു പണ്ഡിതനും അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഓതലിലുള്ള ഡിഫറൻസ് ആണ്, പക്ഷെ ഓതലിലല്ല. ബ്രദർ തന്നെ ഇപ്പം വായിച്ചു, അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? വരുമല്ലോ. ഇത് വരും. ഒന്ന് യാവുമല്ലേ? അതെ. അള്ളാഹു ഏതാ ബ്രദറെ ഇതിനകത്തുനിന്ന് ഉദ്ദേശിച്ചത്? ദേ വിൽ നോട്ട് ബി മൈൻഡ്ഫുൾ, അവർ മൈൻഡ്ഫുൾ ആകത്തില്ലെന്നാണോ അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്തത്? അതോ നീ മൈൻഡ്ഫുൾ ആകത്തില്ല, യു വിൽ നോട്ട് ബി മൈൻഡ്ഫുൾ, അള്ളാഹു ഏതാ പറഞ്ഞു കൊടുത്തേ? ഇതിലിപ്പോ ശരിയായിട്ട് വരാൻ ഈ ഒമാ യദ്കുറൂന ഇല്ല യശാ അല്ലാ അതായിരിക്കാം. അതാ അതെന്തിനാ വരാൻ. ബ്രദർ എടുത്തത്? അതെന്തിനാ ബ്രദർ എടുത്തത്? കാരണം ബ്രദർ അതാണ് വായിക്കുന്നത്, ഹഫ്സാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്, അതുകൊണ്ടല്ലേ? അതെ ആ പക്ഷേ ഈ സെയിം കാര്യം ഞാനൊരു മൊറോക്കോയിലുള്ള ഒരു സുന്നി മുസ്ലിമിനോട് സംസാരിച്ചാൽ അവൻ പറയും വർഷിലാണ് ശരി, ഹഫ്സ് തെറ്റാണ്. ആ, പറഞ്ഞ മനസ്സിലായില്ലേ ബ്രദറിന്? ഈ കാര്യം പിടികിട്ടിയോ? ഇസ്ലാമിൻ്റെ ക്ലെയിം എന്തുവാ? ഇത്രയും നാളും ഇസ്ലാം ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഒരൊറ്റ ഖുറാനേ ഉള്ളൂ, വള്ളിക്കും പുള്ളിക്കും മാറ്റം ഇല്ലെന്നല്ലേ? അതെ ഇബൻ ബ്രദറിന് ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്നേ ആ ഇങ്ങനെല്ലാം. ഞാൻ ബ്രദറെ ഇതിനെപ്പറ്റി ഞാൻ ഇത്രയും കാലം ഞാൻ റിസർച്ച് ചെയ്യുമായിരുന്നു. ഇത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സഹോദരന്മാർ ഈ നമ്മുടെ യു കെയിലുള്ള സ്പീക്കേഴ്സ് കോർണറിൽ 37 ഫിസിക്കൽ കോപ്പി ഡിഫറെൻറ്റ് ഖുറാനുകൾ അവർ ഫിസിക്കലായി കാണിച്ചു, ലോകത്തിന് കാണിച്ചു. കാരണം നമ്മുടെ മുൻപിൽ ഇപ്പം മുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വരുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു. പക്ഷേ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, ക്രിസ്ത്യാനികളെ നിങ്ങളുടെ ബൈബിൾ തിരുത്തപ്പെട്ടു, ഞങ്ങളുടെ അള്ളാഹു ഞങ്ങൾക്ക് ഖുറാൻ ഇറക്കി തന്നതിൽ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. അതാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയല്ലേ? അതെ അതെ ആ പക്ഷേ ഇത് ബ്രദറെ ഒരു വലിയൊരു കള്ളമാണ്. കാരണം നിങ്ങളെ ഇത് കൊച്ചിലെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സത്യം നിങ്ങളുടെ മുൻപിൽ കയ്യിൽ നിങ്ങൾ കാണുമ്പോൾ അയ്യോ, ഞങ്ങളെ പഠിപ്പിച്ചത് തെറ്റാണല്ലോ. ഇവിടെ ഒരേ ആയത്തിനകത്ത് രണ്ട് ആശയങ്ങളാണ് വരുന്നത്. ഞാനിപ്പം ബ്രദറിന് എത്ര റെഫറൻസ് തന്നു? ഇബൻ ബ്രദർ പറഞ്ഞ ശരിയാ. പക്ഷേ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എനിക്ക് ഒന്ന് അന്വേഷിക്കണോ. ഞാനിപ്പോ ആദ്യമായിട്ടാ ഇത് ഇങ്ങനെ അറിയുന്നത്. ബ്രദറെ, ഇത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാമോ? ഈ ഒരു കാര്യം, ഈ 37 ഡിഫറൻറ്റ് ഖുറാനുകളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാമോ? അറിയില്ല. കുറഞ്ഞ ഒരു 4-5 വർഷം. എന്നായിരുന്നു സത്യ ബ്രദറെ സ്പീക്കേഴ്സ് കൗണ്ടറിൽ ആം, ആം, Before നമ്മുടെ COVID, ഒരു ഹതുൻ 3 years താഷ് minimum. 3 years. ഒരു ഹാറ്റും ഒരു ടാഷിന് 3 വേർഷൻ വർഷത്തിൽ ഉണ്ട്. കൂടുതൽ, ഒരു 3 വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴാണ് ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് ഒക്കെ, കേരളത്തിലുള്ള എക്സ് മുസ്ലിംസ് ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സഹോദരന്മാർ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തിൽ കൂടുതലായി. ഇപ്പം ഞാൻ 3 തെളിവുകൾ തന്നു. ഇനി ഒരു തെളിവൂടെ തരാം. ഒരു തെളിവൂടെ ബ്രദറിന് ഞാൻ തരാം. ഇത് ബ്രദർ എന്നും വായിക്കുന്ന ഒരായത്താണ് കേട്ടോ. എന്നും ബ്രദർ വായിക്കുന്ന സൂറ ഫാത്തിഹ അറിയാമല്ലോ? സൂറ ഫാത്തിഹ. അതെ അതെ അറിയാം. സൂറ ഫാത്തിഹയുടെ 4-ാമത്തെ ആയത്ത് ഏതാണെന്ന് പറയാമോ? നാലാമത്തേത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ മാലിക് യോമുദ്ദീൻ. മാലിക് യോമുദ്ദീൻ എന്നല്ലേ പറയുന്നേ? മാലികി യൗമിദ്ദീൻ. മാലിക് എന്ന് പറഞ്ഞാൽ കിങ് എന്നല്ലേ? അതെ അതെ അവൻ അന്ത്യനാളിന്റെ രാജാവാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നേ?
അതെ. പ്രതിഫല ഓക്കെ. ദിവസത്തിന്റെ പ്രതിഫല പ്രതിഫല ദിവസത്തിന്റെ രാജാവാണ് അവൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇനിയും ഇതിന് ഈ സെയിം ആയത്ത് വർഷ ഖുറാനിൽ എങ്ങനെ വായിക്കുന്നതെന്നൊന്ന് Sun വായിച്ചേ. brother, ഞാൻ mute you, please. മേളിലിട്ടിട്ടുണ്ട്. Sun brother, mute you, please. ഈ സെയിം ആയത്ത് വർഷ ഖുറാനിൽ എങ്ങനെ വായിക്കുന്നത് എന്ന് സൽമാൻ ബ്രദർ ഒന്ന് വായിച്ചേ. മേളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വർഷി മാത്രമല്ല, അതുപോലെ തന്നെ നാഫി ഖുറാനിലും ഈ സെയിം ആയത്ത് എങ്ങനെയാണ് വായിക്കുന്നത് എന്നൊന്ന് വായിച്ചേ. ബ്രദറെ ഒരു കാര്യം ബ്രദറെ. സൻ ബ്രദർ പ്ലീസ്. നോ 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 നോ, ഡോണ്ട് ഗെറ്റ് ഇൻ, ഡോണ്ട് ഗെറ്റ് ഇൻ, നോ നോ, ഡോണ്ട് ഗെറ്റ് ഇൻ പ്ലീസ്, ഡോണ്ട് ഗെറ്റ് ഇൻ. സൽമാൻ ബ്രദറെ ആ ആയത്തൊന്ന് വായിച്ചേ. ഇതിപ്പോ ഇബൻ ബ്രദർ ആദ്യം തന്നിട്ടുള്ളത് മാലിക് യൗമിദ്ദീൻ എന്നാ. മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ബ്രദർ ഹഫ്സിൽ നിന്ന് വായിക്കുന്ന സെയിം സ്റ്റാൻഡേർഡ് ആണ് അവിടെ അല്ലേ? അതെ അതെ. ഇനിയും വർഷിൽ നിന്ന് വായിച്ചേ. അതിൽ നിന്ന് വായിക്കുമ്പോ മലിക് യൗമിദ്ദീൻ എന്നല്ലേ. മലിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓണർ അല്ലേ? ആ അവൻ അന്ത്യനാളിന്റെ ഓണറാണ് എന്നല്ലേ അവിടെ അർത്ഥം വരത്തുള്ളൂ? അതെ അതെ. പക്ഷെ ഹഫ്സിൽ വായിക്കുമ്പോൾ അവൻ അന്ത്യനാളിന്റെ രാജാവാണ് എന്ന അർത്ഥമാണ് വരുന്നത്. ശരിയല്ലേ? ശരിയാ. ഓക്കെ. ഇനിയും ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം പറയാം. ഒരു രാജാവ് എല്ലാത്തിൻ്റെയും ഓണറാകാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഓക്കെ. പക്ഷെ ഒരു ഓണർ എല്ലാത്തിൻ്റെയും രാജാവാകാൻ സാധ്യതയുണ്ടോ? ഒരു ഓണർ എല്ലാത്തിൻ്റെയും രാജാവാകാൻ അങ്ങനെ അത് വ്യത്യാസം വരും. ഇപ്പം അള്ളാഹു നിങ്ങളെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ച് ഒരു ആയത്ത്, ഇതെന്ന് പറഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത, എല്ലാ കൊച്ചു പിള്ളേർക്കും മുസ്ലിങ്ങൾക്കും അറിയാവുന്നതാണ് സൂറ ഫാത്തിഹ. അള്ളാഹു എല്ലാത്തിൻ്റെയും അന്ത്യനാളിൻ്റെ രാജാവാണ് എന്നാണ് മലിക് യൗമുദ്ദീൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ വർഷനകത്ത് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിൻ്റെയും ഓണറാണ്, ഉത്തരാധികാരിയാണ്, അല്ലെങ്കിൽ അവകാശിയാണ് എന്ന അർത്ഥമേ വരത്തുള്ളൂ. ഒരു ഓണർ ചിലപ്പം ആ വീടിൻ്റെ ഓണറായിരിക്കും, പക്ഷെ അവൻ ഒരു രാജാവാകത്തില്ല. അർത്ഥത്തിന് വ്യത്യാസം വന്ന കണ്ടോ? അതെ. അത് പിന്നെ ഇപ്പം നമ്മൾ എത്ര ഡിഫറൻസസ് കണ്ടു. നമ്മൾ ഒരു സെയിം ഖുറാന്റെ ആയത്തുകളിൽ പല ഡിഫറെന്റ് ഖുറാനുകളിൽ നമ്മൾ എത്ര ഡിഫറൻസ് കണ്ടു? ഇപ്പൊ 4 കണ്ട് അല്ലേ? 4 കണ്ടു. അള്ളാഹു ഏതാ ഇതിനകത്തുനിന്ന് ഉദ്ദേശിച്ചത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിച്ചത് ഇപ്പൊ മാലിക് ആയിരിക്കും. കാരണം ബ്രദർ തന്നെയാണ് പറഞ്ഞത്, ആ തുടക്ക കാലഘട്ടത്തിൽ, ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഖുറാൻ കത്തിച്ച ആ സമയങ്ങളിൽ അവർക്ക് ഈ അഹർഫും കിറാത്തും ഇല്ല. ഈ കുത്തും കോമയും കുത്ത് സാധനങ്ങൾ ഇടത്തില്ല, തഷ്കീൽസ് ഇടാറില്ല. ശരിയല്ലേ? അതെ. പക്ഷെ പിന്നത്തേതിലാണ് തഷ്കീൽസ് ചേർത്തത്. ഈ തഷ്കീൽസ് ചേർക്കുമ്പോൾ പല ഡിഫറെന്റ് ഖുറാനുകളായി. കാരണം ആർക്കും അറിയത്തില്ല തഷ്കീൽ മേളിലാണോ ഇടേണ്ടത്, താഴെയാണോ ഇടേണ്ടത്, 2 ആണോ ഇടേണ്ടത്, 1 ആണോ ഇടേണ്ടത്. അങ്ങനെ ഹഫ്സിൻ്റെ വേർഷനിൽ 1924 ഇറക്കിയ ഖുറാനാണ് നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സെയിം പാരലൽ സമയത്തിൽ വർഷിൻ്റെ ഖുറാനുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് ഹഫ്സിനെ വിശ്വാസയോഗ്യമല്ലാത്തത് എന്നതിൻ്റെ തെളിവ് ഞാൻ പറയാം. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹഫ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഹഫ്സിനെ എന്തുകൊണ്ട് വിശ്വാസയോഗ്യമല്ല എന്നതിൻ്റെ തെളിവ് ഞാൻ ഒന്ന് പറയാം. ഇതിനു വേണ്ടി ഞാൻ ബ്രദറിന് ഒരു റെഫറൻസ് ഞാൻ വായിക്കാം. 1 മിനിറ്റ് തരിക. വൈ ഈസ് ഹഫ്സ് നോട്ട് റിലയബിൾ? ഹഫ്സ് എന്തുകൊണ്ട് റിലയബിൾ അല്ല, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ല എന്നതിന് തെളിവ് ഞാൻ തരാം. കാരണം ഒരു വ്യക്തിയെ അവൻ പറയുന്ന അവൻ്റെ ഹദീസുകൾ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല എങ്കിൽ അവൻ്റെ ഖുറാനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം എന്നത് വലിയൊരു ചോദ്യമായി നമ്മുടെ മുൻപിൽ കിടക്കുക. ശരിയല്ലേ? ഇപ്പം ബ്രദറിനോട് ഒരാൾ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. ബ്രദറിൻ്റെ വീട്ടിൽ വരുന്ന ഒരു ജോലിക്കാരന് അവൻ എന്തെങ്കിലും തരികിട കാണിക്കും, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവനെ കടയിൽ നിർത്തി നോക്കി അവൻ പൈസ മോഷ്ടിക്കുന്ന പരിപാടി അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ബ്രദർ എപ്പോഴെങ്കിലും അവൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവനോട് പറയും, എടാ നീ പോയി അടുത്ത സ്റ്റേറ്റിൽ പോയി ഒരാളുടെ കയ്യിൽ ഈ 10,000 രൂപ കൊണ്ട് കൊടുക്കണമെന്ന് ബ്രദർ പറയൂ?
ഇല്ല, ഓൻ കള്ളനല്ലേ? അവൻ കള്ളനാണ്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചെറിയ കാര്യത്തിൽ അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ വലിയ കാര്യത്തിലും അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ശരിയാ. ശരിയാണ്. അപ്പം ഹദീത്ത് ചിലപ്പം ഒരു ദൈഫാകാം, ഒരു ഹസനാകാം, ഒരു സഹിയായിട്ടുള്ള ഹദീസാകാം. ഒരു ഹദീസ് എഴുതാൻ പോലും ഹഫ്സിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എങ്കിൽ, ഇതെൻ്റെ അഭിപ്രായമല്ല, ഞാൻ അതിന് തെളിവ് പറയാം. ദേ, ഞാൻ മേളില് ബ്രദറിന് വേണ്ടി ആ റെഫറൻസ് ഒന്ന് ഇടാം. ഇത് വായിക്കുക. ഞാനത് ബ്രദറിൻ്റെ കൂടെ തന്നെ ഞാനും അത് വായിക്കാം. ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ പറയുമ്പോഴൊന്നും എൻ്റെ വാക്കിനൊന്നും വാക്ക് എല്ലാമൊന്നും വിശ്വസിച്ച് പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇതെല്ലാം ഇത് ചെക്ക് ചെയ്യണം. പിന്നെയും ഇത് ഒരു പ്രാവശ്യം കൂടെ പരിശോധിക്കണം. ഇദ്ദേഹം പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് വന്ന് പറയുക, ബ്രദറെ അന്ന് താങ്കൾ പറഞ്ഞത് തെറ്റാണ്, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ബ്രദർ പറഞ്ഞത് ശരിയല്ല എന്ന് ബ്രദർ തന്നെ ചെക്ക് ചെയ്തിട്ട് വന്ന് പറയുക. ഞാനിത് വായിക്കാം. The Quranic recitation of the Hafs ibn Sulaiman ibn al-Mughira ibn Abi Dawud al-Asadi al-Kufi from the basis of the Egyptian 1924 edition of the Arabic Quran, which in turn is the basis for many English, അതിൻ്റെ കൂടെ മലയാളം കൂടെ ചേർത്തു, many English and Malayalam translations of the Quran in the non-Arabic world. I was watching a YouTube video by Christian Prince where he explained that this gentleman, എന്ന് പറഞ്ഞാൽ ഹഫ്സ്, 90 തൊട്ട് 180 ഹിജറ വർഷം അല്ലെങ്കിൽ 796 AD has a particular reputation. അദ്ദേഹത്തിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. On the one hand, he was considered reliable for Quranic recitation, and on the other, he was considered unreliable in the transmission of hadiths. Now, I must admit that to find authoritative online English sources was extremely difficult and mostly ended up on the forums that were discussing the matter. However, I did note that no one contradicted the claim. An example of a false hadith attributed to him is this. ഒരു ഹദീത്ത് റെഫറൻസ് അവിടെ പറയുകയാണ്. എന്താണ്? ഹാഫിസ് ഇബ്ൻ അബ്ദുൽ ഹാദിൽ said about the hadith, "He who performs Hajj and visits my grave after my death, it is as if he visited me in my life. Know that this is the hadith on which it is not permissible on the base, nor is it suitable to rely on it because it is munkar hadith." ഇതൊരു മുൻകർ ആയിട്ടുള്ള ഹദീസാണ്. വിത്ത് എ ഡ്രോപ്ഡ് ഇസ്നാദ്, ഇതിൻ്റെ ഇസ്നാദ് ശരിയല്ല. ആൻഡ് നൺ ഓഫ് ദ ഹുഫാസ് ഓത്തൻറ്റിക്കേറ്റഡ് ഇറ്റ് ആൻഡ് നൺ ഓഫ് ദി ഇമാംസ് ബേസ്ഡ് ദംസെൽസ് ഓൺ ഇറ്റ്. ആരും, ഒരു ഹാഫിസും ഇതിനെ ഓത്തൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല, ഒരു ഇമാമും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. റാദർ ദേ വീക്കെൻഡ് ഇറ്റ് ആൻഡ് ക്രിട്ടിസൈസ്ഡ് ഇറ്റ്, ആൻഡ് സം ഓഫ് ദം മെൻഷൻഡ് ഇറ്റ് എമംഗ് ദ fabricated hadiths reported that are lies. ഇത് കള്ളത്തരമാണ്, ഇത് ലൈസ് ആണ്. ഇനിയും ഈ സെയിം കാര്യം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹാഫിസ് ഇബിൻ അബ്ദുൽ ഹാദി mentioned that its narrated is ഹഫ്സ് ഇബിൻ അബി ദാവൂദ്. ഇതിൻ്റെ നറേറ്റർ ആരാണ്? ഹഫ്സ് ഇബിൻ അബി ദാവൂദ്. And he is Hafs ibn Sulaiman Abu Umar al-Asadi al-Kufi al-Bazar al-Qari al-Ghadiri. Though he was an imam in Qira'ah, but in the field of hadith, he has been weakened by Ahlul Hadith and some of them accused him of lying. അദ്ദേഹത്തെ അക്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം കള്ളം പറയുമായിരുന്നു എന്നതുകൊണ്ടാണ്. ഇനി ഇത് മാത്രമല്ല, ഹദീസുകൾ കള്ളം പറയുമായിരുന്നത് കൊണ്ട് മാത്രമല്ല, ഹഫ്സ് ഒരു പുസ്തകം മേടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കത്തില്ലായിരുന്നു. ഹഫ്സ് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹഫ്സിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായമുണ്ട്. ഈ ആർട്ടിക്കിൾ മുഴുവനും ബ്രദർ തെളിവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റെഫറൻസുകൾ പറയുന്നുണ്ട്. ഏതൊക്കെ റെഫറൻസ് ആണ്? ഇതൊന്ന്. ഇനിയും ഞാൻ ഒരെണ്ണം കൂടെ തരാം. ഇതൊന്നായിരുന്നു. ഇനിയും
ഒരു തെളിവൂടെ ഞാൻ തരാം. ഒരു മിനിറ്റ് നിൽക്കുക. ഓക്കെ, ഓക്കെ. ഇതിനകത്ത് ഈ ലിങ്കിന് എന്തോ പ്രശ്നമുണ്ട്. യാ ഞാൻ ഇതിനു മുൻപേ വായിച്ചത് തന്നെ. ഇതിനകത്ത് തന്നെ ഉണ്ട് അവൻ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു കൊടുക്കത്തില്ലായിരുന്നു എന്ന്. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മുഴുവൻ ആർട്ടിക്കിൾ ബ്രദറിന് സമയം കിട്ടുമ്പോൾ ആ മുഴുവൻ ആർട്ടിക്കിൾ വായിക്കുക. ഞാൻ ആ മുഴുവൻ ആർട്ടിക്കിൾ വായിക്കുന്നില്ല. ഞാൻ ആ ആർട്ടിക്കിൾ തന്നു. അത് സമയം കിട്ടുമ്പോൾ വായിക്കുക. ഇപ്പം ഞാൻ 4 റെഫറൻസുകളാണ് തന്നത്. ഒന്ന് കാത്തിലു കുത്തില, മറ്റേത് ഹീവ സമീസ് അജിപ്തു അജിപ്ത, അതുപോലെ തന്നെ മാലിക് യോമുദ്ദീൻ മറ്റേതായിരുന്നു ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞു. അതെ അതെ, എനിക്ക് ആ അറബി വാക്ക് അറിയത്തില്ല. 37-ന്റെ 12 അല്ലല്ലോ, 74-ന്റെ 56. ഈ ബുക്കുകൾ അവൈലബിൾ ആണോ? വർഷിൻ്റെ ഖുറാൻ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കാൻ കിട്ടും. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഫിസിക്കൽ കോപ്പി ആയിട്ട് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ കഴിയുമെങ്കിൽ മേടിക്കുക. ഓക്കെ, അതിനകത്തുനിന്നും ചെക്ക് ചെയ്യുക. ഇവിടുന്ന് മാത്രം ചെക്ക് ചെയ്യേണ്ട, ഈ ലിങ്ക് ഇട്ടതിൽ നിന്ന് മാത്രം ചെക്ക് ചെയ്യേണ്ട. ഇത് എൻ ഖുറാൻ ക്രിസ്ത്യാനിയോ യഹൂദനോ ഇറക്കിയ സൈറ്റല്ല. അതിൻ്റെ സൈറ്റിൽ ബ്രദറും പോയി നോക്കിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർ 2 ഖുറാൻ ആയത്തുകളിൽ തമ്മിൽ വ്യത്യാസങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഓതൻറ്റിക്കേറ്റഡ് സൈറ്റാണിത്, nquran.com. ഓക്കെ ബ്രദറെ, അത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ അത് ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കട്ടെ. അത് എങ്ങനെ വന്നെന്നുള്ളത് താങ്കൾ വളരെ സത്യസന്ധമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. മലിക്കിയും മാലിക്കും തദ്കുറൂന യദ്കുറൂന അജിപ്തു അജിപ്ത. ഇത് ഓതലിലുള്ള ഡിഫറൻസ് അല്ലല്ലോ, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓതി പോകുമ്പോൾ അർത്ഥത്തിന് മാറ്റം വരുന്നില്ല, പക്ഷേ ഓതുന്നതിലുള്ള ആ ഒരു ആക്സെൻറ്റിലുള്ള വ്യത്യാസം ആയിട്ടല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ശരിക്കും അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നതായിട്ടല്ലേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, ശരിയല്ലേ? അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചോളൂ. ആദ്യമായിട്ടല്ലേ ഞാനിതിപ്പോ ഇങ്ങനെ ഒന്ന് അറിയുന്നത്. അപ്പൊ അതൊന്ന് ബ്രദറിന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചതിൽ ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതൊന്നുമില്ല. ഓക്കെ. നല്ല നല്ല നിലയിൽ തന്നെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിക്കാനും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണല്ലോ ഏറ്റവും നല്ലത്. ഒരു കാര്യം അത്രേ ഉള്ളൂ ബ്രദറെ. കാര്യം ഒന്ന് പറഞ്ഞോട്ടെ നാസ്ലിം ബ്രദറെ, അദ്ദേഹത്തിന് ബൈബിളിൽ നിന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ. ബ്രദറിന് എന്തെങ്കിലും ബൈബിളിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും വേഴ്സസിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിലും ബ്രദറിന് ചോദിക്കാം കേട്ടോ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഫസ്റ്റ് 2 മണിക്കൂർ തുറന്നിട്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് ബൈബിളിനകത്തുനിന്ന് ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അല്ല, ഇപ്പോ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നസീം ബ്രദർ പറഞ്ഞ ഈ ഒരു കാര്യം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് വീട്ടിൽ വരും ഒരു ദിവസം, അന്നേരം നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. ബ്രദർ ഈ റൂമിൽ ഇനി ഈ റൂമിൽ വരുമോ? വരും. ബ്രദറിന്റെ ബാക്ക് ചാനൽ ഇഷ്ടം പോലെ തെറികൾ ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതൊന്ന് വാൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ ബ്രദറിന്റെ ബാക്ക് ചാനലിൽ ഇഷ്ടം പോലെ തെറികൾ. ഇവര് ഭയങ്കര വൃത്തികെട്ടവന്മാരാണ്, ഇവർ അള്ളാഹുവിനെയും റസൂലിനെയും തെറി വിളിക്കുന്നവന്മാരാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഒത്തിരി ബാക്ക് ചാനലിൽ വന്നിട്ടുണ്ടായിരിക്കും. ബ്രദറെ, ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിവില്ലാതെ ഞങ്ങൾ പറയത്തില്ല. ഏത് വിഷയവും ഞാനിവിടെ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തെളിവില്ലാതെ ഞങ്ങൾ പറയത്തില്ല. ഇവിടെ ആരെങ്കിലും തെളിവില്ലാതെ പറഞ്ഞാൽ ഞങ്ങൾ അവരെ നല്ലതുപോലെ ക്രിട്ടിസൈസ് ചെയ്യും, ഞങ്ങളുടെ സഹോദരന്മാരെ തന്നെ. അല്ല, അതുകൊണ്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ നാസ്ലിം ബ്രദറെ. സലാം ബ്രദറെ, താങ്കളെ പറ്റിയിട്ട് ഓൾറെഡി ഇവിടെ ചാറ്റ് റൂമിൽ എഴുതിയിട്ട് കഴിഞ്ഞു. നസീബ് എന്ന് പറഞ്ഞ ഒരാൾ ഓൾറെഡി എഴുതിയിട്ട് കഴിഞ്ഞു. താങ്കൾ എന്തിനാണ് ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നത്? താങ്കൾക്ക് താങ്കളുടെ മനസാക്ഷിയിൽ മനസ്സിലായി ഇവിടെ നാസ്ലിം ബ്രദർ പറഞ്ഞത് സത്യമാണെന്നും ഒന്നും കൂട്ടിച്ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാരണം ഇത് സെൽഫ് എവിഡന്റ് ആണ്. അതുകൊണ്ട് താങ്കൾ ഈ കാര്യം
ദ ബെസ്റ്റ് തിങ് അബൌട്ട് സലാം ബ്രദർ ഈസ് അദ്ദേഹത്തിന് അറബി വായിച്ചിട്ട് അതിൻ്റെ അക്ഷരങ്ങളിലുള്ള മാറ്റങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പം അറബി വായിക്കാൻ പലർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അദ്ദേഹം അതുപോലെയല്ല. അദ്ദേഹത്തിന് എനിക്ക് അറബിയെ വായിക്കാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ എവിഡൻസസ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം അറിയുന്നുണ്ട്. പല മുസ്ലിം സുഹൃത്തുക്കളുടെയും പ്രശ്നം അവർ വിചാരിക്കുന്നത് ഞങ്ങളിത് ഉണ്ടാക്കി പറയുന്നതാണ്, ഞങ്ങളിത് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണെന്നാണ്. അല്ല, അതുകൊണ്ട് എനിക്ക് സലാം ബ്രോനോട് പറയാനുള്ളത്, നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. താങ്കൾക്കെതിരെ വരെ വരാം. ക്രിസ്തൻകി എന്നൊക്കെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ സത്യസന്ധമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ളത് അന്വേഷിക്കുക. താങ്കൾക്ക് അറബി അറിയുന്നത് കൊണ്ട്. പ്ലസ് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. കറക്ഷൻസ് ഇൻ ഏർലി ഖുറാനിക് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡാൻ ബ്രൂബേക്കർ തുടങ്ങി ഇഷ്ടംപോലെ ആൾക്കാരുടെ, ഇനി ക്രിസ്തംഗികളുടെ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വേണ്ട, നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത്. നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കുക. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നാസ്ലിം പ്രതി കൃത്യം പറഞ്ഞു കഴിഞ്ഞു. ഖുറാൻ ഒരു ക്ലെയിം വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ വെക്കുന്നുണ്ട്. എന്താണ് ഇത്? വള്ളിപ്പുള്ളി കുത്തുകോമയ്ക്ക് മാറ്റമില്ലാതെ ആദിയോടന്തം ലോകം മുഴുവനിലും ഒറ്റ ടെക്സ്റ്റാണ്. ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ അവർ കൈകടത്തുകയും അതിൽ മാറ്റത്തിരുത്തലുകളും വരുത്തിയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ അള്ളാഹു പ്രിസർവ് ചെയ്യുന്ന ഏറ്റവും അവസാന വർഗീയ ഗ്രന്ഥമാണെന്നുള്ളൊരു ക്ലെയിം ഉണ്ട്. പക്ഷെ ഈ കാണിക്കുന്നതെല്ലാം അതിനെതിരാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇനി ഒന്ന് സലാം ഞാൻ ബ്രദറെ ചോദിച്ചോട്ടെ? ഒരു സമയം തെളിവൂടെ അച്ചമുച്ച ഒരു തെളിവൂടെ കൊടുത്തേക്കാം. ഇത് വലിയൊരു തെളിവാണ്. സലാം ബ്രദറെ ഒരു തെളിവൂടെ ഞാൻ തരാം. സൂറ 36 സൂറ 36-38 വായിക്കുക. അതൊന്ന് വായിക്കാമോ? ഹഫ്സ് ഖുറാനിൽ നിന്ന് സൂറ 36-38 വായിക്കാമോ ബ്രദറെ? ഇപ്പം പിൻ ചെയ്തിനാ മേലേലി? ഞാൻ പിൻ ചെയ്യാം. ഒരു മിനിറ്റ് തരിക, ഒരു മിനിറ്റ്. ഇത് ആക്ച്വലി ഇത് നമുക്ക് നോർമലി ഫുൾ ഒരു എന്താ പറയുക, ആ അർത്ഥത്തിൽ വരുന്ന ആ മാറ്റത്തെ ബ്രദറിന് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. സൂറ 36-38 കൂടെ ഞാൻ അതും തെളിവായിട്ട് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് വായിക്കുക. ഓക്കെ. 36 വർഷം ലിമുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അതിന്റെ അർത്ഥം കൂടെ പറയണേ ബ്രദറെ, അർത്ഥം കൂടെ പറയണേ. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ, അത് സൂര്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂര്യൻ അതിന്റെ സഞ്ചരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിന്റെ ഉചിത സ്ഥാനത്ത് നിന്ന് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസ്, അത് സഞ്ചരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിക്സ്ഡ് കോഴ്സിൽ സഞ്ചരിക്കുന്നു എന്നല്ലേ? അതെ. ഇനി വർഷിനകത്ത് അതിന്റെ നേരെ ഘടക വിപരീതമാണോ എന്നൊന്ന് വായിക്കുക. വർഷ് ഒന്നെടുത്ത് വായിച്ചേ. വർഷം അങ്ങനെ തന്നെയല്ലേ? 37 വർഷം ഒന്ന് വായിച്ചേ. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ, ലഹ ഉണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? എന്തോ വശംസു തജ്രി ലിമുസ്തഖറില്ലഹ, അത് ഒരേപോലെ തന്നെയല്ലോ ഇപ്പം ബ്രദറെ? അതിന്റെ മേളിലത്തേതിനകത്ത് ഹഫ്സിനകത്ത് എന്തായിരുന്നു? വശം തജ്രി എന്നല്ലേ? തജ്രി ലിമുസ്തഖറില്ലഹ എന്നുണ്ട്. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ രണ്ടാമത്തെ അങ്ങനെ തന്നെയാണ്. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ മൂന്നാമത്തതും. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ എല്ലാം തന്നെ. ഓക്കെ, എല്ലാത്തിലും അത് തന്നെ. ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ അത് സേവ് ചെയ്തതിൽ എന്തെങ്കിലും, കാരണം എനിക്കിവിടെ കാണിക്കുന്നത് അതിനകത്തൊരു ചെറിയൊരു മാത്രയുടെ ഒരു ഡിഫറൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമ്മൾ നാല് പോയിന്റ്സ് ഇങ്ങനെ ഇനിയും ഉണ്ട് പോയിന്റ്സ്. ഞാൻ വേറെ ഒരെണ്ണം കൂടെ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരെണ്ണം സേവ് ചെയ്തായിരുന്നു. പക്ഷെ അത്
ഹഫ്സിലും ഷൂബായിലുമാണ്. 2 ഡിഫറൻറ്റ് ഖുറാനുകളിലാണ്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ബ്രദറിന് സമയം കിട്ടുമ്പോൾ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ നസീം ബ്രദറെ, ഞാൻ ഒന്ന് ഡ്യൂട്ടിയിലേക്ക് പോട്ടെ. ആ, എന്തെങ്കിലും പറയാനുണ്ടോ? സലാം ബ്രദർ, ഒരു സെക്കൻഡ് കൂടെ. ഞാൻ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കയറി വന്നത്. ഒറ്റ സെക്കൻഡ്. സലാം ബ്രദറെ, ഈ നിങ്ങളുടെ മുസ്ലിമിന്റെ തന്നെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള MM അക്ബർ ഉണ്ടല്ലോ, പുള്ളി ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, ഒന്ന് അടിച്ചാൽ മതി യൂട്യൂബിൽ കയറിയിട്ട് വിവിധ തരം ഖുറാനുകൾ ബൈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ MM അക്ബർ പറയുന്ന 10 മുകളിൽ ഖുറാനുകൾ ഉണ്ട് എന്ന് പറയുന്നതും അതിനകത്തുള്ള അർത്ഥവ്യത്യാസങ്ങൾ എത്ര ആയിരം ഉണ്ടെന്നുള്ളതും ഒക്കെ ഈ MM അക്ബർ പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് കേട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ തന്നെ പണ്ഡിതൻ പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. വിവിധ ബ്രദറിന് തരം സമയം ഖുറാൻ കിട്ടുമ്പം സെബാസ്റ്റ്യൻ ബ്രദറിന് പുന്നക്കൽ. സമയം കിട്ടുമ്പോൾ ആ ഒരു ഡിസ്കഷൻ നല്ലൊരു അദ്ദേഹം റെഫറൻസുകൾ മുന്നിൽ കാണിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണാം. അതല്ല, ഇപ്പം തന്നെ ബ്രദറിന് ഈ റെഫറൻസുകൾ കിട്ടിയതിൽ നിന്ന് ബ്രദർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനകത്തെ അർത്ഥവ്യത്യാസങ്ങൾ എന്തുകൊണ്ട് വരുന്നു, ഈ ഖുറാനുകൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഖുറാനിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ബ്രദർ തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിനിയും സംസാരിക്കാം. എനിക്കറിയത്തില്ല താഴെ ഇരിക്കുന്ന ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരു സമയം. ഓക്കെ. ശരി ബ്രദറെ, ഗോഡ് ബ്ലെസ് യു. ബൈ.